എത്ര കിണഞ്ഞു പരിശ്രമിച്ചിട്ടും ദക്ഷിണേന്ത്യയിൽ ഒരു സീറ്റ് പോലും നേടാൻ ഇതുവരെ ബി.ജെ.പിക്ക് സാധിച്ചിട്ടില്ല. ലോക്സഭയിലെങ്കിലും ആ ആഗ്രഹം സഫലമാക്കാൻ തല കുത്തി മറിയുന്നുണ്ട് ബി.ജെ.പി. ഇതിനിടയിൽ ചില അവകാശവാദങ്ങളും ഉയരുന്നുണ്ട്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദക്ഷിണേന്ത്യയിൽ നിന്ന് ബി.ജെ.പിക്ക് അനുകൂലമായ ഫലം ലഭിക്കുമെന്നാണ് കർണാടകയിലെ മുതിർന്ന ബി.ജെ.പി. നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ ബസവരാജ ബൊമ്മൈ അവകാശപ്പെട്ടിരിക്കുന്നത്. നരേന്ദ്രമോദിയെ വീണ്ടും പ്രധാനമന്ത്രിയായി കാണാൻ രാജ്യം മുഴുവൻ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന സാഹചര്യത്തിൽ രാജ്യത്ത് മോദി തരംഗം ആഞ്ഞടിക്കുമെന്നും ബൊമ്മൈ ആത്മവിശ്വാസത്തോടെ പറയുന്നുണ്ട്. കശ്മീർ മുതൽ കന്യാകുമാരി വരെ ബി.ജെ.പി. അനുകൂല, മോദി അനുകൂല തരംഗമാണ്. വരാനിരിക്കുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ദക്ഷിണേന്ത്യയിൽ നിന്ന് ഇത്തവണ അപ്രതീക്ഷിത ഫലം പ്രതീക്ഷിക്കുന്നുണ്ട്. കർണാടകയിൽ ബി.ജെ.പി. 25-ലധികം സീറ്റുകൾ നേടും. SC/ST വിഭാഗങ്ങൾ കോൺഗ്രസ് പാർട്ടിയിൽ നിരാശരാണ്. നിരവധി ജാതികളെ SC/ST വിഭാഗങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും കോട്ടയുടെ ശതമാനം ഉയർത്തിയിട്ടില്ല. ഗ്യാരണ്ടികളും പദ്ധതികളും നടപ്പിലാക്കുന്നതിനായി പ്രത്യേക ഘടക പദ്ധതിയായ ട്രൈബൽ സബ് പ്ലാനിൽ നിന്ന് 11,000 കോടി രൂപ വക മാറ്റിക്കൊണ്ട് നിലവിലെ കോൺഗ്രസ് സർക്കാർ ദളിതുകളോട് അനീതി കാട്ടിയെന്നും ബി.ജെ.പി. നേതാവ് ആരോപിക്കുന്നുണ്ട്. ഏതായാലും സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതിന്റെ ക്ഷീണം മറികടക്കാൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കർണാടകയിൽ വലിയ വിജയത്തിനാണ് ബി.ജെ.പി. ശ്രമിക്കുന്നത്. സ്ഥാനാർത്ഥികളായി മുൻ മന്ത്രിമാർ അടക്കമുള്ള പ്രമുഖരെ തന്നെ രംഗത്ത് ഇറക്കിയേക്കും. കഴിഞ്ഞ തവണത്തേതിൽ നിന്നും വ്യത്യസ്തമായി JDS ഇത്തവണ NDAയുടെ ഭാഗമാണ്. അവരുമായുള്ള സീറ്റ് ചർച്ചകളും നടന്നുവരികയാണ്. ബി.ജെ.പി. 3 സീറ്റുകളാണ് JDSന് വാഗ്ദാനം ചെയ്തതെങ്കിലും 6 സീറ്റ് കിട്ടണമെന്നാണ് HD കുമാരസ്വാമിയുടെയും കൂട്ടരുടെയും ആവശ്യം. ഇക്കാര്യത്തിൽ ഉടൻ തീരുമാനത്തിലെത്തുമെന്നും നേതാക്കൾ പറയുന്നുണ്ട്. സത്യത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് ഏറ്റവും കൂടുതൽ വെല്ലുവിളിയാവുക ദക്ഷിണേന്ത്യയായിരിക്കും. ഹിന്ദുത്വ രാഷ്ട്രീയം ഏൽക്കാത്ത മണ്ണിൽ വികസനമാണ് ബി.ജെ.പിയുടെ പ്രചരണ ആയുധം. ദക്ഷിണേന്ത്യയിലെ 6 സംസ്ഥാനങ്ങളിൽ കോൺഗ്രസും ബി.ജെ.പിയും നേരിട്ട് ഏറ്റുമുട്ടുന്നത് കർണാടകയിൽ മാത്രമാണ്. മറ്റിടങ്ങളിൽ ഇന്ത്യ മുന്നണിയിലെ പ്രാദേശിക പാർട്ടികളാണ് ബി.ജെ.പിയുടെ എതിരാളി. തത്വത്തിൽ ദക്ഷിണേന്ത്യ ഇന്ത്യ സഖ്യത്തിന്റെ ശക്തി കേന്ദ്രവും കോൺഗ്രസിന്റെ സുരക്ഷിത മേഖലയുമാണ്. 2014-ലും 2019-ലും ചരിത്രത്തിലെ ഏറ്റവും വലിയ തിരിച്ചടി നേരിട്ടപ്പോഴും കോൺഗ്രസിനെ തുണച്ചത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളായിരുന്നു. ദക്ഷിണേന്ത്യയിൽ ബി.ജെ.പി. അധികാരത്തിലുണ്ടായിരുന്ന ഏക സംസ്ഥാനമായിരുന്നു കർണാടക. എന്നാൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കന്നഡനാട് ബി.ജെ.പി. പിടിവിട്ടു. DK ശിവകുമാർ എന്ന DKയുടെ തന്ത്രങ്ങൾക്കു മുന്നിൽ പാളയത്തിൽ പടയുമായി ഇറങ്ങിയ ബി.ജെ.പിക്ക് കനത്ത തിരിച്ചടിയായിരുന്നു നേരിട്ടത്.